ഊട്ടി റോഡിന് തിരിഞ്ഞപ്പോൾ ചെറിയൊരു വാട്ടർഫാൾസ് കണ്ടു കേട്ടോ. നല്ല രസമുള്ളൊരു വാട്ടർഫാൾസ് ആണ് ഇത്. മേലേന്നാണ് ഈ വെള്ളം വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായി പണി നടക്കുന്നുണ്ട് ഈ പള്ളി. ഞാൻ ഊട്ടി റോഡിന് കുറച്ചൊന്ന് വന്നു കേട്ടോ. അപ്പോഴാണ് ഈ പള്ളി ഞാൻ കണ്ടത്. നമുക്ക് പോയാലോ? അങ്ങനെ നമ്മൾ സോളയാർ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. ഇതാണ് പാലം വരുന്നത്. നല്ല വീതിയുള്ള വഴിയാണ് കേട്ടോ മുന്നിൽ കൂടെ ഉള്ളത്. ഇതാണ് സോളയാർ ഡാമിൻ്റെ അണക്കെട്ട് വരുന്നത്. പത പോലെ ആട്ടോ വീഴുന്നത്. വലിയ ഡാമാണിത്. എന്ത് ഐറ്റാന്നറിയോ, എന്ത് രസമാണെന്നറിയോ കാണാൻ. ഇപ്പോൾ ഒരു ചെറിയ ഷട്ടർ മാത്രം മെല്ലെ ഒന്ന് പൊക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ ഇവിടെ കാണാൻ. പിന്നെ ഇവിടുന്ന് വരുന്ന വെള്ളം ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ടൊന്ന് തുറന്നു വിട്ടിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ കാണാൻ. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരെല്ലാവരും മലക്കപ്പാറയിൽ നിന്ന് ലെഫ്റ്റ് ഊട്ടി റോഡ് കേട്ടോ. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് സോളയാർ ഡാം എന്നാണ് നെയിം വരുന്നത്. ഇതാണ് കേട്ടോ വഴീൻ്റെ അപ്പുറഭാഗം. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. വലിയ ഡാമാണിത്. അപ്പം ഞാൻ കുറച്ചങ്ങോട്ട് നടന്നിട്ട് ഒന്ന് കാണിച്ചു തരാവേ. ഇത് നോക്കിക്കേ, എന്ത് ഭംഗിയാ കാണാൻ നോക്കിക്കേ. ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും വന്നതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണേ. അങ്ങ് ദൂരെ തേയിലത്തോട്ടങ്ങൾ കാണാം. അങ്ങ് ദൂരെ കുറേ പാടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയാണ് കേട്ടോ ഡാമിലോട്ട് കയറുന്ന എൻട്രി വരുന്നത്. കാണാൻ തന്നെ എന്തൊരു അടിപൊളിയാണെന്നറിയോ. അവിടെ എന്തോ കല്ലും കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്, ഷെഡാന്ന് തോന്നുന്നു. അതിന് മേൽഭാഗം പണ്ട് വെള്ളം വന്നപ്പോൾ പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. അവിടെ കോൺക്രീറ്റ് ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ, അതൊക്കെ പോയായിരുന്നു തോന്നുന്നു പൊളിഞ്ഞ്. വലിയ ഡാമാണ് കേട്ടോ അത്. എന്നാൽ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയാലോ? കയറുന്ന മെയിൻ ഗേറ്റാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാനിവിടെ ഒരു അണ്ണനോട് ചോദിച്ചു ഇപ്പോൾ അങ്ങോട്ട് എൻട്രി ഉണ്ട് ചോദിച്ചു. ഇപ്പോൾ അവിടെ എൻട്രി ചെയ്യുന്നില്ല കേട്ടോ. അവിടെ എന്താ പണി നടക്കുന്നതാണ്? ഇവിടെ പാർക്ക് പണി വെറും കാടാ இருந்ததா. இப்போ எல்லாம் விருத்தியாக்கி 106 கோடி ஃபண்டு ஒதுக்கி எல்லாம் பார்க் பண்ணி டேம்பினுடைய செட்ரு பணிகள்லாம் இப்போ நடக்குது. இன்னும் வேலை நல்லா விருத்தியாக்கிட்டு அமைச்சர்களோ யாரோ ഇവിടെ ஓப்பனிங் பண்ணால் அதுக்கப்புறம் எல்லாம் നടന്നിട്ട്. അപ്പോൾ സ്റ്റാലിൻ വന്ന് ഇവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞ് സ്റ്റാലിൻ വന്ന് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അതിന് ഉള്ളിലോട്ട് എൻട്രി ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടേജ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് വരാം. ഞാനത് നമ്മുടെ ഡാമിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ കടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം മലക്കപ്പാറ വരുന്നവരെന്തായാലും ഈ ഡാം ഒന്ന് കാണണം കേട്ടോ. നല്ല അടിപൊളി ഡാമാണേ, സൂപ്പറാണ്. ഡാമിൻ്റെ ബേക്കിൽ കൂടി ആട്ടോ ഇതിൽ കയറി വരേണ്ടത്. ഇതാണ് എൻട്രി വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തിലോട്ട് പോവാം. ഇതിലോട്ടോ നമ്മളെ എൻട്രി. ടിക്കറ്റൊന്നും വേണ്ട. ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ടാണ് ടിക്കറ്റൊന്നും വേണ്ടാത്ത. ഇതാണ് ഞാൻ നേരത്തെ എടുത്ത ഫ്രണ്ടേജ്. വലിയ ഡാമാണ് കേട്ടോ ഇവിടെ മൊത്തം വരുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പച്ച കളർ വെള്ളമാണേ. അങ്ങോട്ട് തേയിലക്കാടൊക്കെ കാണുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ. അവിടെ
സൂപ്പർ ഡാമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും ഈ സോളാർ ഡാം കാണാണ്ട് പോകരുത് കേട്ടോ. സൂപ്പർ ഡാമാണേ. ആദ്യം ഇവിടെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടൊക്കെ നാശമായിരിപ്പുണ്ട്. അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടോ. അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് കേട്ടോ. മൊത്തത്തിൽ ഫുള്ള് ഫോറസ്റ്റാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് ഇവിടെയാണേ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തത് താഴെ നിന്നായിരുന്നു. ഇതിലായിരുന്നു എൻട്രി ഇങ്ങോട്ട് കയറി വരാനുള്ള. അങ്ങോട്ടൊക്കെ ഫുള്ള് കോട മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പാടികൾ കുറേ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ. മൊത്തത്തിൽ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ആ ഡാമിൻ്റെ ബേക്ക് ഭാഗത്ത് എത്തിയിട്ടോ. വലിയൊരു ഡാമാട്ടോ. അങ്ങ് നീണ്ട് കിടക്കുകയാണ് ഈ ഡാം. അങ്ങോട്ട് ഇങ്ങനെ ഉണ്ട്, കടൽ പോലെ കിടക്കുക. തിരമാലയും നല്ല തിരമാലേൻ്റെ അടിയും നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അങ്ങോട്ടാണ് കെട്ടി നിർത്തിയേക്കുന്നത്. ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് മൊത്തത്തിൽ. പിന്നെ അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടം വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ കോട മൂടി കിടക്കുക കേട്ടോ. പിന്നെ ഇവിടെ കടകളും കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഈ കോയമ്പത്തൂർ റൂട്ടിനാണ് കേട്ടോ ബേക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ.